പ്രിയ സജ്ജനങ്ങളെ, സാദര നമസ്കാരം. ശ്രീമദ് ഭഗവത്ഗീതയിലെ 18-ാമത്തെ അധ്യായമായ മോക്ഷ സന്യാസ യോഗത്തിലെ 47-ാമത്തെ ശ്ലോകത്തെക്കുറിച്ചാണ് നാം ഇന്നലെ മുതൽ ചർച്ച ചെയ്യുന്നത്. ശ്രേയാൻ സ്വധർമ്മോ വിഗുണ പരധർമാത് സ്വനിഷ്ഠിതാത് സ്വഭാവനിയതം കർമ്മ കുറുവന്നാപ്നോതി കിൽബിഷം. അല്പമൊക്കെ ദോഷമുള്ളതാണെങ്കിൽ പോലും ധർമ്മമായി അനുഷ്ഠിക്കപ്പെടുന്ന സ്വഭാവനിയതമായ കർമ്മം താൻ ഏറ്റെടുക്കുന്ന സ്വഭാവനിയതമല്ലാത്ത അന്യധർമ്മത്തേക്കാൾ ശ്രേയസ്കരമാണ്. ഈ ഒരു കാലഘട്ടത്തിൽ നാം ഇരുന്ന് ചിന്തിക്കുമ്പോൾ വളരെ പ്രസക്തമാണിത്. കാരണം ഹിന്ദുക്കളായ നമ്മൾ പലപ്പോഴും പറയും ഞങ്ങൾ മതേതരവാദികളാണ് എന്ന്. എന്താണ് മതേതരത്വം എന്ന വാക്കിൻ്റെ അർത്ഥം? 1950 ജനുവരി 26 ഇന്ത്യക്കൊരു ഭരണഘടന ഉണ്ടായപ്പോൾ ആ ഭരണഘടനയിൽ ഇല്ലാത്ത ഒരു വാക്കായിരുന്നു മതേതരത്വം അഥവാ സെക്യുലറിസം. 1975 അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധി സർക്കാരാണ് ഇന്ത്യൻ ഭരണഘടനയിൽ മതേതരത്വം എന്ന വാക്ക് കൂട്ടിച്ചേർത്തത്. ഇന്ത്യയെക്കുറിച്ച് ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്നായിരുന്നു പറഞ്ഞത്. പിന്നീട് ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് സെക്യുലറിസം എന്ന പദം കൂടി അതിൽ കൂട്ടിച്ചേർത്തു. എന്നാൽ ഇന്ത്യൻ ഭരണഘടനയിൽ മതേതരത്വം എന്ന വാക്കിന് നിർവചനവുമില്ല. മതേതരത്വം എന്ന വാക്കുണ്ട് എന്നല്ലാതെ എന്താണ് മതേതരത്വം എന്ന് നിർവചിക്കപ്പെട്ടിട്ടില്ല. സാമാന്യ ലോകത്ത് മതേതരത്വത്തെക്കുറിച്ച് നാം മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്: എല്ലാ മതങ്ങളെയും തുല്യമായി കാണുന്നത് മതേതരത്വം, അഥവാ എല്ലാ മതങ്ങളിൽ നിന്നും തുല്യ അകലം പാലിക്കുന്നത് മതേതരത്വം. ഭരണഘടനയ്ക്ക് മതത്തിൻ്റെ പേരിൽ വേർതിരിവില്ലാത്തത് മതേതരത്വം. ഭരണകൂടത്തിനോ ഭരണഘടനയ്ക്കോ ഒരു പൗരനെ മതത്തിൻ്റെ പേരിൽ വേർതിരിച്ച് കാണാത്ത അവസ്ഥ, അതാണ് മതേതരത്വം. എന്നാൽ നിർഭാഗ്യവശാൽ നമ്മൾ ഹിന്ദുക്കൾ ഈ മതേതരത്വത്തെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. സ്വധർമ്മത്തെ മനസ്സിലാക്കാതെ നമ്മളൊരു ക്രിസ്ത്യാനിയുടെ വീട്ടിൽ പോയാൽ അവിടെ അവർ തരുന്ന കുരിശെടുത്ത് കഴുത്തിൽ ധരിക്കും. മറ്റൊരു വീട്ടിൽ ചെന്നാൽ, ഇസ്ലാമിൻ്റെ വീട്ടിലാണെങ്കിൽ അവരവിടെ പശുവിൻ്റെ മാംസം അടക്കമുള്ള ബീഫ് റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതും കഴിക്കുന്ന ഒരു വിഭാഗം ഹിന്ദു, എല്ലാവരും അല്ല, ഒരു വിഭാഗം ഹിന്ദുക്കളെ നമുക്ക് കാണാൻ പറ്റും. അവർ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. എൻ്റെ ധർമ്മം, എൻ്റെ വിശ്വാസപ്രകാരം ഗോവിൻ്റെ മാംസം കഴിക്കുന്നത് നിത്യ നരകത്തിന് കാരണമാണ്. മത്സ്യമാംസാദികൾ കഴിക്കരുത് എന്ന് ഹിന്ദു എവിടെയും പറഞ്ഞിട്ടില്ല. മത്സ്യമാംസാദികൾ കഴിക്കാതെ ജീവിതത്തിൽ ചില ധർമ്മത്തെ അനുഷ്ഠിക്കുന്ന ആളുകൾക്കാണ് അത് പറഞ്ഞിരിക്കുന്നത്. ഉദാഹരണത്തിന് സന്യാസത്തിന്റെ മാർഗം സ്വീകരിച്ചിരിക്കുന്നവർ, സന്യസിച്ചിരിക്കുന്നവർ, പ്രത്യേക വ്രതം നോക്കുന്നവർ, പ്രത്യേക മേഖലയിലൂടെ സഞ്ചരിക്കുന്നവരെല്ലാം പ്യുവർ വെജിറ്റേറിയൻ ആയിരിക്കണം. ഒരു സാമാന്യ ഹിന്ദുവിനോട് മത്സ്യമാംസങ്ങൾ കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പൊ മത്സ്യം കഴിക്കുന്ന സന്യാസ പരമ്പര പോലും ഭാരതത്തിലുണ്ട്. ബംഗാളിലൊക്കെ മത്സ്യം കഴിക്കുന്ന സന്യാസ പരമ്പരയുണ്ട്. അതൊക്കെ ഓരോ നാടിൻ്റെ രീതിക്കനുസരിച്ച് സന്യാസിമാരുടെ ഭക്ഷണത്തിൽ പോലും മാറ്റമുണ്ട്. എന്നാൽ എല്ലാവരും യോജിക്കുന്ന ഒരൊറ്റ കാര്യം, ഗോവിൻ്റെ മാംസം നിത്യനരകത്തിന് കാരണമാണ്. അപ്പൊ ഇവിടെ നാം ചോദിക്കേണ്ട ഒരു ചോദ്യം: ഞാനൊരു ഹിന്ദുവാണ്. ആ ഹിന്ദുവായ എനിക്ക് എൻ്റെതായ വിശ്വാസങ്ങളുണ്ട്. ആ വിശ്വാസത്തെ ഞാൻ എവിടെയും മുറുകെ പിടിക്കണം. ഒരു മുസ്ലിം ലോകത്തിൽ എവിടെ ചെന്നാലും അവൻ പന്നിയുടെ മാംസം ഭക്ഷിക്കാറില്ല. എന്തുകൊണ്ട്? ഇസ്ലാം മത വിശ്വാസപ്രകാരം പന്നിയുടെ മാംസം നിത്യനരകത്തിന് കാരണമാണ്. ഒരു ഉദാഹരണം പറയാം. ഞങ്ങൾ വടകര താലൂക്കില് വിലങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സേവാ കേന്ദ്രം ഉണ്ടാക്കി. സേവാഭാരതിയുടെ നേതൃത്വത്തിലായിരുന്നു ആ സേവാ കേന്ദ്രം. അപ്പോൾ ആ സേവാ കേന്ദ്രത്തിൻ്റെ കോൺക്രീറ്റ് വർക്കിൻ്റെ ആവശ്യത്തിനായിട്ട് 29 ആളുകൾ, ബംഗാളികൾ വന്നു. അതിൽ ബഹുഭൂരിപക്ഷവും മുസ്ലിങ്ങളായിരുന്നു. ആ കോൺക്രീറ്റിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കെ രാവിലെ ഒരു 10 മണിയായപ്പോൾ അവർക്ക് ഉച്ചക്ക് ഭക്ഷണം മേടിക്കുന്ന ആ ഹോട്ടലിൽ നിന്ന് പന്നിയുടെ ഇറച്ചി കൂടി ഉണ്ടാക്കി വിൽക്കുന്നുണ്ട് എന്ന ഒരു ന്യൂസ് ഇവരിലാരോ മനസ്സിലാക്കി. അവിടെ തൊട്ടടുത്ത ടൗണിലുള്ള ഒരു ഹോട്ടലിൽ നിന്ന് ഇവർക്ക് പാർസൽ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്.
അപ്പോൾ അവിടെ ഇവർക്കാർക്കും പന്നി ഇറച്ചിയില്ല. പക്ഷെ അവിടുന്ന് പന്നി മാംസം പാചകം ചെയ്യുന്ന ഒരു ഹോട്ടലാണ് ഇതെന്ന് മനസ്സിലാക്കിയപ്പോൾ പിന്നീട് ഈ കൂട്ടത്തിൽ ഒരൊറ്റ മുസ്ലിമും അവിടുന്ന് പച്ചവെള്ളം പോലും കുടിക്കാതെ വൈകുന്നേരം 6 മണി വരെ പണിയെടുത്തു എന്നുള്ളതാണ്. അതിനിടയിൽ അവർ പച്ചവെള്ളം പോലും കുടിച്ചിട്ടില്ല. കാരണം പന്നി മാംസം പാചകം ചെയ്യുന്ന ഹോട്ടലിൽ നിന്നും ഭക്ഷണം മേടിച്ചു എന്നതായിരുന്നു അതിൻ്റെ കാരണം. അത്രമാത്രം രൂഢമൂലമാണ് വിശ്വാസം. ഈ വിശ്വാസം ലോകത്തിന് ഒരുപാട് അപകടത്തെയും പ്രദാനം ചെയ്യുന്നു, അത് മറ്റൊരു വശം. പക്ഷേ തൻ്റെ ധർമ്മം ഏതൊരവസ്ഥയിലും മുറുകെ പിടിക്കുവാൻ ഒരു വിശ്വാസി കാണിക്കുന്ന ആ താല്പര്യം നമ്മൾ ഹിന്ദുക്കളും കാണിക്കണം. നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി മോദിജി, അദ്ദേഹം അമേരിക്കയിൽ ആദ്യത്തെ സന്ദർശനം നടത്തുമ്പോൾ അദ്ദേഹത്തിന് നവരാത്രി വ്രതായിരുന്നു. അവിടുന്ന് അദ്ദേഹം പച്ചവെള്ളം മാത്രം കുടിച്ചു. വിഭവ സമൃദ്ധമായ സദ്യ ഉണ്ടാക്കി വെച്ചിട്ടും ഇതൊന്നും കഴിക്കാതെ അദ്ദേഹം വെള്ളം മാത്രം കുടിക്കുന്നത് കണ്ടപ്പോൾ അവിടുത്തെ ആളുകൾ ചോദിച്ചു, എന്താ സംഭവം എന്ന് ചോദിച്ചു. ഇതിങ്ങനെയാണ്. അപ്പോൾ ആളുകൾ ചോദിച്ചു, എന്തായി നവരാത്രി വ്രതം? അത് വിശദീകരിച്ചു. എത്ര മതിപ്പുണ്ടായി. നമ്മളോട് ആളുകൾക്ക് മതിപ്പുണ്ടാകുന്നത് നമ്മൾ ഏതൊരു മുസ്ലിമിൻ്റെ കൂട്ടത്തിൽ ചെല്ലുമ്പോഴും ഏതൊരു ക്രിസ്ത്യാനിയുടെ കൂട്ടത്തിൽ ചെല്ലുമ്പോഴും ഞാനൊരു ഹിന്ദുവാണ്, എനിക്ക് എൻ്റെതായ വിശ്വാസങ്ങളും ആചാരങ്ങളും ഭക്ഷണ രീതികളും ഉണ്ട്, എനിക്ക് ഇന്നേ വ്രതമാണ്, എനിക്ക് കഴിക്കാൻ പറ്റില്ല, പോത്തിൻ്റെ ഇറച്ചി എനിക്ക് കഴിക്കാൻ പറ്റില്ല, എനിക്ക് പശുവിൻ്റെ ഇറച്ചി ഇതാ ഇവിടെ വെച്ച് കഴിക്കാൻ പറ്റില്ല, എനിക്കാവശ്യമായ ഭക്ഷണം നിങ്ങളിവിടെ തയ്യാറാക്കൂ എന്നൊരു സന്ദേശമുണ്ട്. ഒരു മുസ്ലിമിനെ വിളിക്കുന്ന കല്യാണ വീട്ടിൽ ക്രിസ്ത്യാനി വളരെ പരമപ്രധാനമായി ശ്രദ്ധിക്കും അവന് കൊടുക്കേണ്ട ഭക്ഷണം ഇതാണ് എന്ന്. ഈ ബോധ്യം ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും ഒരു ഹിന്ദുവിനെ ക്ഷണിക്കുമ്പോൾ ഉണ്ടാകണം. മതേതരത്വം എന്ന് പറയുന്നത് സ്വന്തം ധർമ്മത്തെ ബലി കഴിക്കലല്ല, മറിച്ച് ഞാൻ എൻ്റെ ധർമ്മത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് ഇതര വിശ്വാസങ്ങളെ മാനിക്കലാണ്. ഹിന്ദുവായ നമ്മൾ അനുനിമിഷം ഹിന്ദുവായിരിക്കണം. നമ്മളെപ്പോലെ ലോകത്തെ സ്നേഹിക്കാൻ കഴിയുന്ന മറ്റൊരു ധർമ്മം ഇല്ല. നമ്മളെപ്പോലെ ലോകത്തെ സ്വീകരിച്ച ഇസങ്ങളെയും മതങ്ങളെയും ഹൃദയത്തോട് സ്വീകരിച്ച മറ്റൊരു മതമില്ല. ഇന്നും നമുക്ക് സൗദി അറേബ്യയിൽ ചെന്നിട്ട് ഒരു അയ്യപ്പൻ്റെ ഫോട്ടോ വെച്ചിട്ട് പരസ്യമായിട്ട് ആരാധിക്കാൻ സാധ്യമല്ല. നിങ്ങളൊരു മുറിയിൽ നിന്ന് രഹസ്യമായി ആരാധിച്ചിട്ട് അത് പോലീസ് അറിഞ്ഞാൽ നിങ്ങൾ ജയിലിലാണ്. മനസ്സിലാക്കണം. ഇവിടെയാണ് മുസ്ലിമിന് മുസ്ലിമായിട്ടും ക്രിസ്ത്യാനിക്ക് ക്രിസ്ത്യാനിയായിട്ടും ജൂതനും പാഴ്സിക്കും അവൻ്റെ വിശ്വാസപ്രകാരവും ജർമ്മനിയിൽ പിറന്ന കമ്മ്യൂണിസവും ഒക്കെ സുഖസുന്ദരമായി ജീവിക്കുന്ന ഒരു നാടായിട്ട് നമ്മുടെ ഭാരതം ജീവിക്കുന്നത് നമ്മുടെ ഹിന്ദുവിൻ്റെ മഹത്തായ സംസ്കാരം കൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പല ആളുകളും പറയാറുണ്ട് ഒരു ഭരണഘടന ഉള്ളത് കൊണ്ടാണ് ഇവിടെ മതേതരത്വം പുലരുന്നത്. എന്ത് തെറ്റാണിത്? ഭരണഘടന ഉണ്ടായിട്ട് 73 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ, 70 വർഷം പിന്നിടുന്നേ ഉള്ളൂ. എന്നാൽ ഈ ഭരണഘടന ജനിക്കുന്നതിൻ്റെ എല്ലാം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഈ മണ്ണിലേക്ക് വന്ന ഇസ്ലാമിനെ, ക്രിസ്ത്യാനിയെ, ലോകം മുഴുവൻ വേട്ടയാടിക്കൊന്ന ജൂതനെ, പാഴ്സിയെ, ജർമ്മനിയിൽ പിറന്ന കമ്മ്യൂണിസത്തെ എല്ലാം ഹൃദയത്തോട് ചേർത്ത് വെച്ച് സ്വീകരിച്ച ഒരു മഹത്തായ സംസ്കാരത്തിൻ്റെ ഉടമകളാണ് നമ്മൾ ഹിന്ദുക്കള്. മനസ്സിലാക്കേണ്ടതാണ് ഈ കാര്യം. കാരണം ഭരണഘടന ഉള്ളത് കൊണ്ടല്ല നമ്മൾ ഇവരെ സ്വീകരിച്ചത്, മറിച്ച് ആകാശാൽ പതിതം തോയം യഥാഗച്ഛതി സാഗരം സർവദേവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി എന്ന് നമ്മുടെ ഋഷി പരമ്പര നമ്മളെ പഠിപ്പിച്ചത് കൊണ്ടാണ്. വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് പതിക്കുന്ന കോടാനുകോടി മഴത്തുള്ളികൾ എങ്ങനെ അരുവിയിലൂടെ നദിയിലൂടെ ഒഴുകി ഏകമാകുന്ന സാഗരത്തിൽ എത്തിച്ചേരുന്നുവോ അതുപോലെ ഏതു ഭക്തൻ ഏതേത് രൂപത്തിൽ എന്നെ ആരാധിച്ചാലും ഒടുവിലവൻ ഏകമാകുന്ന ഈശ്വരനിൽ വന്നു പതിക്കുന്നു. ഏകമാകുന്ന ഈശ്വരനിലേക്ക് സഞ്ചരിക്കുവാൻ 33 കോടി ദൈവങ്ങളെ നിർമ്മിച്ച ആ 33 കോടി ഉപാസനാ സമ്പ്രദായങ്ങളിൽ ഒരല്ലാഹുവിനെയും ഒരു യഹോവയും വെക്കുവാൻ ഹിന്ദുവിനൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തെ ചുറ്റിപ്പറ്റി ഇത് ദൈവം നേരിട്ട് നൽകിയതാണെന്ന് പറഞ്ഞ് വാശി പിടിക്കാതെ 4 വേദങ്ങൾ, അതിൻ്റെ ഉപവേദങ്ങൾ, ഇതിഹാസങ്ങൾ, പുരാണങ്ങൾ, ഉപനിഷത്തുകൾ, അങ്ങനെ ആയിരക്കണക്കിന് ഗ്രന്ഥ സമുച്ചയങ്ങളാൽ സമ്പുഷ്ടമാക്കപ്പെട്ട ഹൈന്ദവ ദാർശനിക ഗ്രന്ഥശേഖരത്തിനിടയിലേക്ക് ഒരു ഖുറാനും ബൈബിളും 10 കൽപ്പനയും വെക്കുവാൻ ഹിന്ദുവിനിപ്പോൾ എന്ത് ബുദ്ധിമുട്ടാണുള്ളത്? അത്ര വിശാലമായ ധർമ്മമാണ്. ആ ധർമ്മത്തെ നാം നമ്മുടെ ജീവിതത്തിൽ ആവിഷ്കരിക്കണം. ആ ധർമ്മത്തിൻ്റെ വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും കോംപ്രമൈസ് പാടില്ല. നമ്മുടെ പല ആൺകുട്ടികളും പെൺകുട്ടികളും കഴുത്തിൽ കുരിശ് ധരിക്കുന്നത് കാണാം. കുരിശ് ധരിക്കുക എന്നാൽ അത് ക്രിസ്ത്യാനിയുടെ മതപ്രതീകമാണ്.
ആ കുരിശ് ധരിക്കുന്നത് ഹിന്ദു വിരുദ്ധവുമാണ്. കാരണം തക്ഷശിലാ സർവകലാശാലയിൽ പഠിച്ച ഭാരതത്തിന്റെ ദേശീയതയും സംസ്കാരവും ജീവിതത്തിൽ ആവിഷ്കരിച്ച മഹാത്മാവായിരുന്നു യേശുദേവൻ. യേശുദേവനെ കൊന്നത് യേശുദേവൻ ഹിന്ദുത്വം പറഞ്ഞു എന്ന കാരണം കൊണ്ടാണ്. എന്താണ് യേശുദേവൻ പറഞ്ഞ ഹിന്ദുത്വം? ഈശാവാസ്യമിതം സർവം യത് കിഞ്ച ജഗത്യാം ജഗത്. ഈശ്വരൻ വസിക്കുന്നു എവിടെ? സർവചരാചരങ്ങളിലും. അത് അദ്ദേഹം പറഞ്ഞു കൊടുത്തു അദ്ദേഹത്തിന്റെ ഭാഷയിൽ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഞാനാകുന്നു. പിതാവും ഞാൻ തന്നെ, പുത്രനും ഞാൻ തന്നെ, പരിശുദ്ധാത്മാവ് ദൈവവും ഞാൻ തന്നെ. എന്നിൽ നിന്നും അന്യമായിട്ട് ഒന്നുമില്ല എന്ന ഭാരതത്തിന്റെ തിയറിയെ അവരുടെ ഭാഷയിൽ പറഞ്ഞപ്പോഴായിരുന്നു അദ്ദേഹത്തെ കുരിശിലേറ്റിക്കൊന്നത്. ഒരു നല്ല മനുഷ്യനെ ക്രൂശിച്ച് പീഡിപ്പിച്ച് കൊന്ന ഒരു ഉപകരണത്തെ കഴുത്തിലിടുന്നതോടുകൂടി ഹിന്ദുവിൽ നാശത്തിന്റെ സകലതും ആരംഭിക്കാൻ തുടങ്ങുന്നു എന്നാണ്. കുരിശ് കഴുത്തിൽ ധരിക്കുന്ന ചെറുപ്പക്കാരികളെ, കോളേജ് വിദ്യാർത്ഥികളെ എല്ലാം നിങ്ങൾ നോക്കിക്കോളൂ. അവരുടെ ജീവിതത്തിൽ ദുരന്തങ്ങളും ദുരിതങ്ങളും രോഗങ്ങളും പ്രശ്നങ്ങളും പരാജയങ്ങളും മാത്രമായിരിക്കും. എന്തുകൊണ്ടാണ്? കാരണം ഒരു മനുഷ്യനെ പീഡിപ്പിച്ച് കൊന്ന ഉപകരണത്തെ ധർമ്മവിശ്വാസത്തിന്റെ ഭാഗമായിട്ട് കഴുത്തിൽ ധരിക്കാൻ പാടില്ല. ഇത് ഹിന്ദുവിന്റെ വിശ്വാസമാണ്. ശ്രീകൃഷ്ണൻ മരിച്ചത് വേടന്റെ അമ്പേറ്റിട്ടാണ്. നമ്മൾ ആരെങ്കിലും ഒരു അമ്പ് കഴുത്തിൽ ധരിക്കാറുണ്ടോ? മഹാത്മാഗാന്ധിയോടുള്ള ബഹുമാനം കൊണ്ട് ഗാന്ധിജി മരിച്ചത് വെടിയുണ്ട ഏറ്റിട്ടാണ്. ആരെങ്കിലും വെടിയുണ്ട കഴുത്തിൽ കെട്ടി നടക്കാറുണ്ടോ? നമ്മൾ അറസ്റ്റിലാവില്ലേ? മനസ്സിലാക്കേണ്ടത്, ഇത്തരം ചിഹ്നങ്ങളെ ഒരു മുസൽമാനെ കൊണ്ട് ധരിപ്പിക്കുവാൻ പറ്റുമോ? കോളേജിൽ പഠിക്കുന്ന ഒരു ഹിന്ദു പെൺകുട്ടിയുടെ കഴുത്തിൽ ഒരു കുരിശ് കണ്ടു. ഞാൻ അവളോട് ചോദിച്ചൊരു ചോദ്യം, ആര് തന്നു? അത് സഹപാഠി തന്നതാണ്, സ്നേഹത്തിന്റെ പ്രതീകമാണ്, ഇന്ന് മെഴുകുതിരിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കഥകളും കൂടെ പറഞ്ഞു. സിമ്പിളായൊരു ചോദ്യം അവളോട് ചോദിച്ചു, അവളത് മനസ്സിലാക്കുകയും ചെയ്തു. ചോദിച്ചത് ഇതായിരുന്നു: നിന്റെ ക്ലാസ്സിൽ മുസ്ലിം കുട്ടികളില്ലേ? ഉണ്ട്. ആ മുസ്ലിം പെൺകുട്ടികളുടെ കഴുത്തിൽ നിന്റെ ഈ ക്രൈസ്തവ പെൺകുട്ടിയായ നിന്റെ കൂട്ടുകാരി കൊടുത്ത കുരിശ് അവർ ധരിച്ചോ? ഇല്ല. എങ്കിൽ നീ അടുത്ത ആഴ്ച പോകുമ്പോൾ ഒരു ശ്രീകൃഷ്ണനും ഓങ്കാരവുമുള്ള ഒരു മാല കൊണ്ടുപോയിട്ട് നിന്റെ ഈ ക്രിസ്ത്യൻ പെൺകുട്ടിക്ക് കൊടുത്തിട്ട് അവളോട് ധരിക്കാൻ പറ. മതേതരത്വം എന്ന് പറഞ്ഞാൽ ഹിന്ദു പെൺകുട്ടിയുടെ കഴുത്തിൽ കുരിശ് ധരിക്കലും മാത്രമല്ലല്ലോ, ഒരു ക്രിസ്ത്യൻ കുട്ടിയുടെയോ മുസ്ലിം കുട്ടിയുടെ കഴുത്തിൽ ഓങ്കാരം ധരിക്കലും മതേതരത്വമല്ലേ? മതേതരത്വം എന്ന് പറഞ്ഞാൽ ഒരു വൺ വേ ട്രാഫിക് ആണോ? ഇങ്ങോട്ട് മാത്രമാണോ? അങ്ങോട്ടും വേണ്ടേ? അടുത്ത ആഴ്ച വന്നപ്പോൾ ആ കുട്ടിയുടെ കഴുത്തിൽ കുരിശുമാല ഉണ്ടായിരുന്നില്ല, പകരം ഓങ്കാരത്തിന്റെ മാല അവള് ധരിച്ചിരുന്നു. കാരണം അവൾക്കൊരു കാര്യം മനസ്സിലായി, മതേതരത്വത്തിന് വേണ്ടിയിട്ട് സകല കുരിശും കഴുത്തിലിടുന്നത് ഹിന്ദു മാത്രമാണ് എന്ന ബോധ്യം അവൾക്ക് വന്നു പോയിട്ടുണ്ട്. ഇവിടെയാണ് ഈ ശ്ലോകത്തിന്റെ പ്രാധാന്യം. ശ്രേയാത് സ്വധർമ്മോ വിഗുണ. എനിക്ക് മഹത്തരം എൻ്റെ ധർമ്മമാണ്. എൻ്റെ ധർമ്മത്തിൽ എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടെങ്കിൽ ഞാനതങ്ങ് പരിഹരിക്കണം. നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ നമ്മൾ മറ്റൊരു കുടുംബത്തിലേക്ക് ചേക്കേറുകയല്ല ചെയ്യുന്നത്, മറിച്ച് നമ്മുടെ കുടുംബത്തിലെ പ്രശ്നം നമ്മളങ്ങ് പരിഹരിക്കും. എൻ്റെ ശരീരത്തിൽ എനിക്ക് എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ ഞാൻ ഈ ശരീരത്തെ ഉപേക്ഷിക്കുകയല്ല ചെയ്യുക, അതിനെ ശുശ്രൂഷിച്ച് ചികിത്സിച്ച് അതിനെ നന്നാക്കി എടുക്കലാണ് ചെയ്യുന്നത്. ഒരു ദോഷവും നമ്മുടെ ധർമ്മത്തിനില്ല. പക്ഷെ ആ ധർമ്മത്തെയും വിശ്വാസങ്ങളെയും പഠിക്കാത്തത് കൊണ്ട് ദോഷമുണ്ട് എന്ന് നമുക്ക് തോന്നുന്നു. രാമായണത്തിലെയും മഹാഭാരതത്തിലെയും കഥകളിൽ കുടുങ്ങിപ്പോകുന്നു നമ്മൾ. അതിലെ സംഭവങ്ങൾ ഇപ്പോൾ 1000 വർഷം മുമ്പും 10000 വർഷം മുമ്പും ഉണ്ടാക്കപ്പെട്ട ഒരു ഗ്രന്ഥത്തിൽ അതിശയോക്തികൾ ധാരാളം ഉണ്ടാവും. രാമനെക്കുറിച്ച് രാമൻ എഴുതിയതല്ല, വാൽമീകി മഹർഷി എഴുതിയതാണ്. മഹാഭാരതം വേദവ്യാസ മഹർഷി എഴുതിയതാണ്. അങ്ങനെ എഴുതുന്ന സമയത്ത് അതിൽ ഒരുപാട് ഭാവാത്മകമായ സങ്കല്പങ്ങൾ വരും. ആമയും മുയലും പന്തയം വെച്ചു എന്ന കഥ 1ാം ക്ലാസ്സിൽ നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരാമയും ഒരു മുയലിനോടും പന്തയം വെച്ചിട്ടില്ല. അതൊരു തത്വത്തെ ഗ്രഹിക്കാനാണ്. അങ്ങനെ സകരൻ ആകാശഗംഗയെ ഭൂമിയിൽ കൊണ്ടുവന്നു. സകരന്റെ പൂർവികനായ ഭഗീരഥൻ എന്ന് പറയുമ്പോൾ അതിൽ ധാരാളം അതിശയോക്തിയുണ്ട്. ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ പരാജയപ്പെടാതെ സ്ഥിരമായ ഉത്സാഹത്തിലൂടെ നിങ്ങൾക്ക് എന്തും നേടിയെടുക്കുവാൻ കഴിയുമെന്ന തത്വത്തെ നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആകാശഗംഗയെ ഭഗീരഥൻ ഭൂമിയിൽ കൊണ്ടുവന്ന കഥ നമ്മളെ പഠിപ്പിച്ചത്, മനസ്സിലാക്കിയത് എന്ന് നാം അറിയണം. ഇങ്ങനെ സ്വധർമ്മത്തിൽ അഭിമാനമുള്ളവരാകുക, സ്വധർമ്മത്തെ ആവിഷ്കരിക്കുക, സ്വധർമ്മത്തെ പ്രചരിപ്പിക്കുക. ആ സ്വധർമ്മത്തെ പഠിക്കുമ്പോഴാണ് നമുക്കതിൽ അഭിമാനമുണ്ടാകുന്നതും അത് ആചരിക്കുന്നതും അത് പ്രചരിപ്പിക്കുകയും തുടങ്ങുന്നത്. ഇവിടെയാണ് ഹിന്ദുവായ നമ്മൾ വല്ലാതെ തെറ്റിദ്ധരിച്ചു പോയിരിക്കുന്നു സ്വധർമ്മത്തെക്കുറിച്ച്. അതുകൊണ്ട് അപരന്റെ ധർമ്മത്തെ സ്വീകരിക്കരുത്. ഒരു ഇസ്ലാം നല്ല ഇസ്ലാം ആവുക, ഒരു ക്രിസ്ത്യാനി നല്ല ക്രിസ്ത്യാനി ആവുക. അവർ അവരുടെ വിശ്വാസത്തിൽ മുറുകെ പിടിക്കുക.
നമ്മുടെ പാഠശാലയിൽ ഇപ്പോൾ ഒരു സംവാദം നടന്നുകൊണ്ടിരിക്കുന്നു, ഹിന്ദുവും ഇസ്ലാമും ഒരു താരതമ്യ പഠനത്തെക്കുറിച്ച്. ഒരിക്കലും നമ്മൾ ആഗ്രഹിച്ച വിഷയങ്ങളല്ല. പക്ഷെ വളരെ വ്യാപകമായിട്ട് ജമായത്തുകളും മുജാഹിദുകളും എല്ലാം ഹിന്ദുക്കളെ മതം മാറ്റിയിട്ട്, ആ മതം മാറാനുള്ള കാരണം ഒരു ഡോക്ടറായ ബ്രാഹ്മണൻ മതം മാറിയിരിക്കുന്നു, അദ്ദേഹം സാദിഖ് മൗലവി ആയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അല്പ അബദ്ധങ്ങളെ വീഡിയോ ആക്കിയിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച് നിങ്ങളുടെ മതത്തിലൊന്നും ഒരു ചുക്കുമില്ല, ഞങ്ങളുടെ മതം ഒരു മഹാസംഭവമാണ് എന്ന് പറയാൻ തുടങ്ങിയപ്പോഴാണ് ചിദാനന്ദപുരി സ്വാമികളെ പോലെയുള്ള മഹാത്മാക്കൾ എം അക്ബറെയൊക്കെ അടിച്ചു കുടഞ്ഞു കളഞ്ഞത്. കാരണം സിംഹമില്ലാത്ത കാട്ടിൽ കുറുക്കൻ രാജാവാകുമെന്ന് പറഞ്ഞതുപോലെ നമ്മൾ മിണ്ടാതിരുന്നാൽ, നമ്മൾ സംസാരിക്കാതിരുന്നാൽ നമ്മുടെ കുട്ടികൾ പോലും തെറ്റിദ്ധരിക്കും നമ്മുടെ മതത്തിന് മറുപടിയൊന്നുമില്ലേ. ഇതൊക്കെയാണോ 4 തലയുള്ള ബ്രഹ്മാവ്, ഗണപതി ആനയുടെ തല, അവന്റെ വാഹന എലി? ഇതൊക്കെ എന്താണ്? പ്രപഞ്ചത്തിലെ ഓരോ ജീവജാലങ്ങളും പരസ്പര പൂരകങ്ങളായി ജീവിക്കണം എന്നതുകൊണ്ടാണ് ഗണപതിയുടെ വാഹനം എലിയാകുന്നത്, അല്ലാതെ ഗണപതിക്ക് ഒരു ബെൻസ് കിട്ടാത്തത് കൊണ്ടല്ല. പ്രപഞ്ചത്തിലെ ഏറ്റവും നിസാര ജീവികളിൽ ഒന്നായ എലിയും ഏറ്റവും വലിയ ജീവിയായ ആനയും, ഭൂമിയിൽ ഏറ്റവും വലിയ ജീവിയായ ആനയും പരസ്പര പൂരകങ്ങളായി ജീവിക്കണം. അതുകൊണ്ടാണ് ഗണപതിയുടെ വാഹനം എലിയാകുന്നത്, സരസ്വതിക്ക് പഴുതാര വാഹനമാകുന്നത്. ഇത്ര വിശാലമായ കാഴ്ചപ്പാടാണത്. ഈ കാഴ്ചപ്പാടിനെ അറിയാതെ, മനസ്സിലാക്കാതെ അപരധർമ്മത്തെ നമ്മൾ മനസ്സിലാക്കാൻ പരിശ്രമിക്കും. ഒരു ഹിന്ദു ഖുറാൻ വായിക്കുന്നതിൽ തെറ്റുണ്ടോ? ഇല്ല. ഒരു ബൈബിൾ വായിക്കുന്നതിൽ തെറ്റുണ്ടോ? ഇല്ല. പക്ഷെ ആദ്യം രാമായണം വായിക്കണം, മഹാഭാരതം പഠിക്കണം, ഭഗവത്ഗീത എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കണം. മാധവിക്കുട്ടി മതം മാറി കമല സുരയ്യായത് മാധവിക്കുട്ടി ഇംഗ്ലീഷ് സാഹിത്യത്തിലും മലയാള സാഹിത്യത്തിലും അതിഗംഭീര സംഭവമായിരുന്നു. പക്ഷേ വേദങ്ങളിലും ഉപനിഷത്തുകളിലും വട്ടപൂജ്യമായിരുന്നു. നാലപ്പാട്ട് തറവാട്ടിൽ ജനിച്ചു എന്നതുകൊണ്ട് മാത്രം അത് യോഗ്യതയാവുന്നില്ല. മറിച്ച് അവർ വേദം പഠിച്ചോ, അവർ ഉപനിഷത്ത് പഠിച്ചോ, അവർക്ക് ഭഗവത്ഗീത അറിയാമോ? അറിയില്ലായിരുന്നു, വട്ടപൂജ്യമായിരുന്നു. അതുകൊണ്ട് ആ വട്ടപൂജ്യമായ മാധവിക്കുട്ടിയാണ് മതം മാറിയിട്ട് മുസ്ലിമായത്. അതിന് മറ്റു പല കാരണങ്ങളുണ്ട്. 70ാമത്തെ വയസ്സിലുണ്ടായ ലൈംഗിക ആസക്തിയെ കുറിച്ചൊക്കെ ലീലാമേനോന്റെ കൃത്യമായ ബുക്കിൽ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, മാധവിക്കുട്ടി മതം മാറി എന്നതുകൊണ്ടോ സാദിഖ് മൗലവിയായി മാറി ഒരു ബ്രാഹ്മണനായ ഡോക്ടർ എന്ന് അദ്ദേഹം അവകാശപ്പെട്ടത് കൊണ്ടൊന്നും ഈ സ്വധർമ്മത്തെ ഉപേക്ഷിക്കുന്നതിന് കാരണമല്ല. നമുക്ക് മതം മാറാം. എങ്ങനെയാണ് മതം മാറേണ്ടത്? ഹിന്ദുവായ എനിക്ക് ഖുറാനും ബൈബിളും സ്വീകരിക്കാം, ഒരു തെറ്റുമില്ല. പക്ഷേ ഹിന്ദു എന്ന് മതമെന്ന ഗോളത്തിൽ എഴുതിയിട്ട് നാണവും മാനവും ഇല്ലാതെ ഞാൻ മതം മാറുന്നത് തെറ്റലാണ്. മറിച്ച് ഞാൻ പഠിക്കണം എൻ്റെ ഭഗവത്ഗീതയെ, എന്നിട്ട് ഞാനത് ഖുറാനുമായിട്ടോ ബൈബിളുമായിട്ടോ കമ്പയർ ചെയ്യണം. ബെറ്റർ ദൻ ഖുറാൻ ഓർ ബൈബിൾ എന്നെനിക്ക് ബോധ്യം വന്നാൽ എനിക്ക് മാറാം. പക്ഷേ ഭഗവത്ഗീതയെ പഠിച്ച ഒരുത്തരും മതം മാറാൻ സാധ്യമല്ല. ഭഗവത്ഗീതയെ പഠിക്കുന്നത് സർവകലാശാലയാണെങ്കിൽ മതത്തെ പഠിക്കുന്നത് LKG ആണ് എന്ന് മനസ്സിലാക്കണം നമ്മൾ. കാരണം അത്ര വ്യത്യാസമുണ്ട്. മതങ്ങൾ എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ ജീവിത ക്രമത്തെ രൂപപ്പെടുത്തുന്ന വാശി മാത്രമാണ്, അതിൽ മറ്റൊന്നുമില്ല. നീ ചെയ്താൽ, നീ മരിച്ചാൽ സ്വർഗം നരകം കിട്ടും, നീ ഭൂമിയിൽ ഇന്നിന്നെ കർമ്മം ചെയ്യണം, ഇന്നിന്നെ കർമ്മം ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അങ്ങനെ മനുഷ്യനോട് പറയരുത്. മനുഷ്യന് വേണ്ടത് അനന്ത വികാസ സാധ്യതയുള്ള ബുദ്ധിയാണ്. ആ ബുദ്ധി ഉപയോഗിച്ച് അവൻ ചിന്തിക്കണം. ഞാൻ തൊട്ടടുത്ത വീട്ടിൽ കയറി മോഷ്ടിക്കാത്തത്, നമ്മളൊരുത്തന്റെ പോക്കറ്റ് അടിക്കാത്തത് നമ്മളെ പോലീസ് പിടിക്കുമെന്ന് കരുതിയിട്ടാണോ? അല്ല. ഞാനിത് ചെയ്യാൻ പാടില്ല എന്ന ധാർമ്മിക ബോധം നമ്മളെ ഉള്ളിലുള്ളത് കൊണ്ടാണ്. ഒരു ഉറുമ്പ് കൂട്ടത്തെ കാണുമ്പോൾ നമ്മൾ അതിനെ ചവിട്ടാതെ ഒന്ന് കാല് മാറ്റി വെച്ച് പോകുന്നത് ഈ ഉറുമ്പിനെ കൊന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള കേസ് നമുക്കുള്ളത് കൊണ്ടാണ്. ഒരു കേസുമില്ല അതിന്. പക്ഷെ ഞാൻ എന്തിനാ ഉറുമ്പിന്റെ കൂട്ടത്തെ കൊല്ലണം എന്നൊരു ചിന്ത എനിക്കുണ്ട്. അതുകൊണ്ട് എൻ്റെ ആചാര്യന്മാർ നമ്മളെ പഠിപ്പിച്ചു, രാവിലെ എഴുന്നേറ്റ് വീട്ടിന്റെ മുറ്റത്ത് കോലം വരക്കൂ. എന്തുകൊണ്ട്? അരിപ്പൊടി കൊണ്ട്. കാരണം അത് ഉറുമ്പിനുള്ള ഭക്ഷണമാണ്. പ്രഭാതത്തിൽ എഴുന്നേറ്റ് വീട്ടിന്റെ മുന്നിൽ ശ്രീചക്രം വരക്കുമ്പോൾ അത് ഉറുമ്പിനുള്ള ഭക്ഷണം എന്ന് വരെ സങ്കല്പിച്ച ഒരു സംസ്കാരത്തെ അറിയാതെ, മനസ്സിലാക്കാതെ അപരന്റെ ധർമ്മത്തെ സ്വീകരിക്കുമ്പോഴാണ് ശ്രീമദ് ഭഗവത്ഗീതയിലെ 18ാമത്തെ അധ്യായത്തിലെ 47ാമത്തെ ശ്ലോകം നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നത്, നീ നിന്റെ ധർമ്മത്തെ ജീവിതത്തിൽ അനുഷ്ഠിക്കൂ, അപരന്റെ ധർമ്മത്തെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പാടില്ല. നിന്റെ ധർമ്മം നിനക്ക് ശ്രേയസ്സിനെ നൽകുന്നതാണ്. ആ ശ്രേയസ്സുള്ള ജീവിതത്തിലേക്ക് നിനക്ക് നയിക്കണമെങ്കിൽ, നിനക്ക് കുതിക്കണമെങ്കിൽ നീ നിന്റെ ധർമ്മത്തെ അറിയൂ, ആചരിക്കൂ, പ്രചരിപ്പിക്കൂ. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.